കഴിഞ്ഞ 20 വർഷമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്ന ആളാണ്. അവിടെ ആയിരുന്നു അനിത എന്ന് പറയുന്ന അവരുടെ മകൻ അമ്മയെ വീട്ടിലേക്ക് നെടുമ്പാശ്ശേരിയിലുള്ള വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അന്ന് മുതൽ അവരെ മർദ്ദിക്കാൻ തുടങ്ങിയതാണ്. കമ്പടക്കം ഉപയോഗിച്ച് അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. 2 ദിവസം മുമ്പ് അനിത വീട്ടിൽ കുഴഞ്ഞു വീണു. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ശരീരത്തിലെമ്പാടും മുറിപ്പാടുകൾ കണ്ടെത്തിയത്. ചോര കട്ട പിടിച്ചതാണ് മരണത്തിന് കാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ബിനുവിനെ വിളിച്ച് ചോദ്യം ചെയ്തത്. എന്താണ് സംഭവിച്ചത്, ഇത്തരത്തിൽ എങ്ങനെയാണ് അമ്മക്ക് പരിക്കേറ്റതെന്ന് ചോദിക്കുന്നു. ബിനു ആദ്യം പറഞ്ഞത് അമ്മക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അമ്മ തന്നെ സ്വയം അവരെ മർദ്ദിക്കുന്നു, കമ്പ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന പതിവാണ് എന്നൊരു മറുപടിയാണ് ബിനു നൽകിയത്. പക്ഷേ പോലീസ് വിശദമായി ഇൻട്രോഗേറ്റ് ചെയ്തു. ആ ഘട്ടത്തിലാണ് ഇത് അങ്ങനെ ഉണ്ടായ ഒരു പരിക്കല്ല എന്ന് പോലീസിന് മനസ്സിലാവുന്നത്. ആഴത്തിലുള്ള വളരെ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളാണ്. അതൊരു വ്യക്തിക്ക് സ്വയമേ അടിച്ചാൽ ഉണ്ടാകുന്ന ഒരു പാടല്ല എന്ന് പോലീസിന് മനസ്സിലാവുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ബിനു വ്യക്തമാക്കുന്നത് 3 മാസമായി അമ്മയെ ഇങ്ങനെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന്. ഒപ്പം തന്നെ വെള്ളത്തൂവലിൽ അവർക്കൊരു 1.5 ഏക്കർ സ്ഥലമുണ്ട് ഈ അനിതയുടെ പേരിൽ. അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി വളരെ പ്രീപ്ലാൻഡ് ആയി അമ്മയെ ഈ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരികയായിരുന്നു. അതിനുവേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ, ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രീപ്ലാൻഡായി നടത്തിയ ഒരു കൊലപാതകം എന്നാണ് മനസ്സിലാക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 302 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. നടുക്കുന്ന കൊലപാതകമാണ്. സ്വത്തിന് വേണ്ടിയാണ് സ്വന്തം മകൻ അമ്മയെ തല്ലിക്കൊന്നത്. 3 മാസം നീണ്ട ക്രൂര മർദ്ദനത്തിനൊടുവിൽ ആ സ്ത്രീ കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ എത്തുകയും മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മർദ്ദന വിവരം പുറത്തുവരികയും ചെയ്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബിനു ഇപ്പോൾ ഈ മർദ്ദനത്തിന്റെ കാര്യം സമ്മതിച്ചിരിക്കുന്നത്. സുഹൈല്, വിഷ്ണു, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ അമ്മയുടെ മേലൊരു സ്വത്ത് കിടപ്പുണ്ട്, അത് തട്ടിയെടുക്കണമെന്ന ആസൂത്രിതമായ ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിയൊരു കൃത്യം എന്ന രീതിയിലാണോ പോലീസ് പറയുന്നത് കാര്യങ്ങളെ? സുഹേല്, അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഇവർ ചെങ്കുളത്തുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഇയാൾ ഇവരെ ബന്ധപ്പെടാനോ ഇവർക്കൊപ്പം നിൽക്കാനോ ഇവരെ കാണാനോ പോലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ 3 മാസം മുമ്പ് ഇത്തരത്തിൽ ഈ ഒരു ലക്ഷ്യം വെച്ച് അവർ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഇവരെ ഇങ്ങനെ മർദ്ദിച്ച് അതിനുശേഷം അവര് തളർന്നു വീഴുന്നു, കുഴഞ്ഞു വീഴുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നു. ആ പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനമേറ്റതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. പിന്നീട് ബിനുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സ്വത്ത് വിവരം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും ഇതൊരു കൊലപാതകമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും അങ്ങനെ 302 വകുപ്പ് പ്രകാരം ബിനുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്